ക്രൂശിത വഴിയിലൂടെ രണ്ടാം ദിനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ നാം കാണുന്നു, യേശു ജനക്കൂട്ടത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയമജ്ഞരും ഫരിസേയരും വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവരുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ളവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്നാണ്. നീ എന്തു പറയുന്നു? ഈ ചോദ്യം ആവർത്തിച്ച് അവർ ചോദിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തൊട്ട് ഓരോരുത്തരായി അവിടെ നിന്ന് പോയി. അവസാനം അവരുടെ നടുവിൽ യേശുവും ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, പോയിക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? പരസ്യപാപി എന്ന് മുദ്രകുത്തി നാം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെടുന്ന ഓരോരുത്തരും ചിന്തപ്പെടുന്നത് പാവികളെ തേടി വന്ന, പാവികൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിൻ്റെ മുമ്പിലാണ്. നാം ആരെയെങ്കിലുമൊക്കെ വിധി എഴുതുന്നുണ്ടോ? ആരെയെങ്കിലുമൊക്കെ വിധി എഴുതിയിട്ടുണ്ടോ? അവർ ചെല്ലുന്നത് യേശുവിൻ്റെ പാദത്തിങ്കലാണെന്ന് നാം ഓർക്കണം. യേശു മുഖമുയർത്തി നോക്കും. എന്നോടും നിന്നോടും ചോദിക്കും, നീ ഈ പാപം ചെയ്തിട്ടില്ലേ? നീ ഈ പാപം ചെയ്യുന്നില്ലേ? നീ ഒരിക്കലും പിടിക്കപ്പെട്ടിട്ടില്ല അല്ലേ എന്ന്. നിന്നെ സമൂഹത്തിന് മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കുവാൻ വേണ്ടി, നിന്നെ ഓമാനത്തിയാക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചു, നിന്നെ പൊതിഞ്ഞു പിടിച്ചു. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ വിധിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ, മറ്റുള്ളവരെ വിമർശിക്കുവാൻ തോന്നുമ്പോൾ, കുറ്റം പറയുവാൻ തോന്നുമ്പോൾ ഒക്കെ നാം ഓർക്കണം യേശുവിൻ്റെ വചനം, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. അതാണ് യഥാർത്ഥ അനുതാപം. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്തത് എന്ന് യേശു പറഞ്ഞത് നമ്മുടെ വിധിക്ക് വിധേയരായപ്പെട്ടവർ എന്നതിലുപരിയായി എന്നോടും നിന്നോടുമാണ്. നമുക്ക് അനുതപിക്കാം. ഈ നോമ്പുകാലത്ത് കുമ്പസാരക്കുടിലേക്ക് അടഞ്ഞ് നമ്മുടെ പാവങ്ങൾ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് പശ്ചാത്താപമുള്ളവരാകാം. ഓരോ കുറ്റവാളികളെയും മറ്റുള്ളവരെയും ഒക്കെ വിധിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും നാം ഓർക്കണം, അവരോ പിടിക്കപ്പെട്ട കുറ്റവാളികൾ, നാമോ പിടിക്കപ്പെടാത്ത കുറ്റവാളികൾ. പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവർക്കും വേണ്ടി. അങ്ങനെ ഈ നോമ്പുകാലം നമുക്ക് കൂടുതൽ ഫലമുള്ളതാക്കാം. സ്തുതിയായിരിക്കട്ടെ.